നമസ്കാരം മാഷേ. നമസ്കാരം. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളുടെ ഒരു വാർത്തകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ അതുപോലെ തന്നെ വിശദാംശങ്ങളും അതിനോടൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള വിചാരണകളും അതിൻ്റെ അപഗ്രഥനങ്ങളും വന്നതോടുകൂടി ദിലീപ് 8ാം പ്രതിയായിട്ടുള്ള കേസ് അതാണല്ലോ അതിന് അത്രയും വാർത്താ പ്രാധാന്യം കിട്ടാൻ ഇടയായത്. അതിജീവിതയെ സംബന്ധിച്ചുള്ള കേസിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ വിധിന്യായം പുറത്തു വന്നിരുന്നില്ല. മാധ്യമങ്ങൾ പറഞ്ഞ പോലെ 1500 പേജല്ല, അതിന് 1711 പേജുള്ള ബൃഹത്തായിട്ടുള്ള ഒരു വിധിന്യായമാണത്. അപ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ദിലീപിനെ ശിക്ഷിക്കാൻ കോടതിക്ക് കഴിയാതെ പോയത്. ദിലീപ് പ്രതിയാണെന്നോ കുറ്റവാളി അല്ലെന്നോ ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല, എങ്ങനെ അതിൻ്റെ പ്രോസിക്യൂഷൻ തെളിവ് വളരെ ദുർബലമായി എന്നുള്ളത് പറയുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയുന്ന ഒരു കാര്യം, ഇതിലെ കൊടി സുനി എന്ന് പറയുന്ന പ്രതി പറഞ്ഞിരിക്കുന്നത് ഇതിന് പിന്നെ കൊടി സുനി അല്ല, പൾസർ സുനി. സുനിയാണെന്നേ ഉള്ളൂ, പൾസർ സുനി, ക്ഷമിക്കണം, പൾസർ സുനിയാണ്. ആ പൾസർ സുനി ആദ്യം തന്നെ ഒരു പ്രതിയുടെ പേര് പറഞ്ഞത് താൻ ഗൂഢാലോചന കേസിൽ ആ പ്രതി ഒരു സ്ത്രീയായിരുന്നു. അതാണ് പൾസർ സുനി പറയുന്നത്. ഇതേ കാര്യം തന്നെ ഇതിൽ പ്രതിയേ അല്ലാത്ത മഞ്ജു വാര്യരും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീയാണ് ഇതെല്ലാം ചെയ്ത് എന്നാണ് പറയുന്നത്. പക്ഷേ കേസിൽ വരുമ്പോൾ ആ സ്ത്രീയെക്കുറിച്ചുള്ള ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല, ഒരു വിശദീകരണവും. എന്തുകൊണ്ട് ആ സ്ത്രീയുടെ പേര് പിന്നെ എന്തുകൊണ്ട് കുറ്റപത്രത്തിൽ വന്നില്ല എന്നുള്ളതിനെക്കുറിച്ചും യാതൊരു വിശദീകരണവുമില്ല. ദിലീപ് ആകട്ടെ ഇതിൽ പങ്കാളിയാണെന്നുള്ളതിന് ഏതാനും തെളിവ്, പ്രാഥമികമല്ലാത്ത സെക്കൻഡറി എവിഡൻസ് മാത്രമേ ഉള്ളൂ. ഫോണിൽ കൂടി വന്നിട്ടുള്ള സംഭാഷണം, അതൊക്കെ ഫോറൻസിക് എവിഡൻസിൽ ദിലീപിൻ്റെ ആണെന്ന് തെളിയിക്കാനും പറ്റിയിട്ടില്ല. അതായത് ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന നടന്നെന്നോ നടന്നില്ലെന്നോ ഗൂഢാലോചനയുടെ തെളിവുകൾ നശിപ്പിച്ചെന്നോ പറയുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. മാഷിന് ഈ വാദത്തിൻ്റെ ഒരു നൈതികതയെക്കുറിച്ച് എന്താണ് പറയാറുള്ളത്? ഇതിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭരണഘടനാ സംവിധാനത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ആ മര്യാദ എല്ലാവരും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാപകമായിട്ട്. ഒന്ന് കോടതിയാണ്. കോടതിക്ക് പറ്റില്ല എന്ന് ആരും പറയാറില്ലേ. പക്ഷെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ നമ്മളെ മനസ്സിൽ ആദ്യമേ ഒരു വിചാരണയും വിധിയും നടക്കുന്നു. ആ വിധി അങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. മുൻവിധി, അതിനാണ് മുൻവിധി എന്ന് പറയുക. ആ വിധി വന്നില്ലെങ്കിൽ പിന്നെ കോടതിക്ക്, സ്ഥാപനത്തിന്, ഭരണഘടനയ്ക്ക്, നമ്മുടെ സംവിധാനത്തിന് ഒക്കെ നമ്മളെതിരാണ്. അത് ഈ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ജനാധിപത്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ആദ്യത്തെ മര്യാദയാണത്. മോറൽ, നമ്മൾ പറയില്ലേ, ഈ ഡെമോക്രാറ്റിക് കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയില്ലേ, പെരുമാറ്റ ചട്ടത്തിൽ ആദ്യം പാലിക്കേണ്ട മര്യാദ ജനാധിപത്യ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഈ കേസിന്റെ വിധി വരുന്നത് വരെ ഞാനും സാറും ഒക്കെ എത്ര തവണ ഇത്തരം കേസുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അത് പറയാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. അത് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് ഏത് ഭരണഘടനാ സ്ഥാപനത്തെയും ചോദ്യം ചെയ്യാം. അത് ചോദ്യം ചെയ്യുമ്പോൾ ഇന്നിപ്പോ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു കേസിന്റെ മെറിറ്റിലായിരിക്കാം നമ്മൾ കോടതിയെ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ഈ നാട്ടിന്റെ വ്യവസ്ഥയും സംവിധാനവും ഭരണകൂട സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും നിയമവാഴ്ചയും ഒക്കെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കും രാജ്യദ്രോഹ ശക്തികൾക്കും ഒക്കെ നമ്മൾ വളം വെച്ചു കൊടുക്കുകയാണ്. അവർക്കും നാളെ അവരുടേതായ ന്യായങ്ങൾക്ക് പറയാം. എനിക്ക് ആളെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിക്കുന്നതിന് ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അത് അവന്റെ ക്രൈമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നല്ല കാര്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്നു എന്ന മട്ടിലാണ് പലരും ഇപ്പോൾ കോടതിയെ ചോദ്യം ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു നിയമം വന്നാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള വഴി എന്താ? നമ്മുടെ ലെജിസ്ലേച്ചറിനെ ചോദ്യം ചെയ്യാനുള്ള വഴി ഒന്ന്, ആ ലെജിസ്ലേച്ചറിന്മേൽ ആ ലെജിസ്ലേഷന്മേൽ നിയമനിർമ്മാണം നടക്കുന്ന വേളയിൽ പാർലമെന്റിൽ നമുക്ക് ഡിബേറ്റ് നടത്താം, എന്നിട്ട് വോട്ടെടുപ്പിൽ തോൽപ്പിക്കാൻ സാധിച്ചാൽ. രണ്ട്, അതല്ലെങ്കിൽ ജനകീയമായ ക്യാമ്പയിനുകൾ ആരംഭിക്കാം. ഇങ്ങനൊരു നിയമം വന്നിട്ടുണ്ട്, അത് ജനവിരുദ്ധമാണ് കേട്ടോ, ജനങ്ങളെ ബോധവൽക്കരിക്കാം. ജനങ്ങളുടെ മനസ്സിൽ ബോധമുണ്ടാകുമ്പോൾ ആ നിയമം കൊണ്ടുവന്ന ഗവൺമെന്റിനെ തന്നെ തോൽപ്പിക്കാൻ ജനങ്ങളുടെ കയ്യിൽ അവസരമുണ്ട്, അവർ കാത്തിരിക്കും. മൂന്നാമത്തെ മാർഗം നിയമ സംവിധാനത്തിൽ കോടതിയിൽ ചോദ്യം ചെയ്യാം. ഇത് മൂന്നുമാണ് ജനാധിപത്യത്തിന്റെ മാർഗം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിൽ ഏത് ഗണത്തിലാണ് പെടുക?
ഏതും ഘട്ടത്തിൽപ്പെട്ട അതാണ് പ്രധാനപ്പെട്ട അതിന്റെ ധാർമ്മികത സാർ ചോദിച്ചുകൊണ്ടാണ്. ധാർമ്മികമായി നമ്മൾ പാലിക്കേണ്ട ആദ്യത്തെ ഡിസിപ്ലിൻ, ഏത് കോടതി ആവട്ടെ, അതിലെ ജഡ്ജി ആരാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഏത് സമുദായക്കാരനാവട്ടെ, നമ്മുടെ ഭരണഘടന നിയമിച്ച ഒരു പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങൾ എന്താണ് നമുക്ക് ഇപ്പോൾ 1711 പേജുള്ള എഴുതി വായിച്ചു നോക്കാം. അതിന്റെ ബോധ്യം നമുക്ക് ബോധ്യം വരാം. പിന്നെ ചെയ്യാവുന്ന പണി എന്താ? കോടതിയിൽ നിന്നൊരു വിധി വന്നാൽ മേൽക്കോടതിയിൽ അപ്പീൽ പോകാം. അപ്പീൽ പോകാൻ അതിജീവിതക്ക് ഒപ്പം നിൽക്കാനോ അതിജീവിതയുടെ കൂടെ കോടതിയിൽ ജയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും ചെയ്യാനൊക്കെ നമുക്ക് അവകാശമുണ്ട്. ഇനി അപ്പീൽ കോടതി പറയുന്നത് മറ്റൊന്നാണെങ്കിൽ അപ്പം നമുക്കത് പുനഃപരിശോധിക്കാം. അല്ലാതെ ഒരു കോടതി വിധി വന്നു കഴിഞ്ഞിട്ട് അതിനു വേണ്ടി വോള്യം കണക്കിന് സ്പേസ് ചിലവാക്കുക, സ്ക്രീൻ സ്പേസ് ചിലവാക്കുക, ന്യൂസ് ടൈം ചിലവാക്കുക, നമ്മുടെ ഈ കാളമൂത്രം പോലെ പത്രത്തിന്റെ താളുകൾ ചിലവാക്കുക. അതാണ് നടന്നിട്ടുള്ളത്. വിചാരണ ഇത് തുടർന്നും വിധി വന്നതിന് ശേഷവും അതിനു മുമ്പും എല്ലാം ഇതിനെ കേന്ദ്രീകരിച്ചുള്ള വിചാരണകളാണ്. കോടതി നേരത്തെ വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. മാധ്യമങ്ങൾ ഇത് വിചാരണ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നടക്കുന്നത് കേസ് വിചാരണയുമല്ല, ഇപ്പൊ നടക്കുന്നത് കോടതി വിചാരണയാണ്. ഓക്കെ, അതെ. അതിപ്പോൾ കോടതിയിൽ 17-ാം തീയതി കേസ് വരികയാണ്. അതിനകത്തിലെ കോർട്ടലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള കേസുകളും അന്ന് പരിഗണിക്കാൻ പോവുകയാണ്. കാരണം ഇതിനകത്തൊക്കെ കുറച്ചൊക്കെ ഒരു അച്ചടക്കം വേണം. ഇങ്ങനെ വിധികൾ അങ്ങ് പറയും എന്നു മാത്രമല്ല, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വിചാരണ ശരിക്കും നടന്നിട്ടുള്ളത് ഈ ചാനലുകളുടെ സ്റ്റുഡിയോകളിലാണ്. നോക്കൂ, ഇവിടെ വാദിയുടെ അഭിഭാഷകനായിട്ടുള്ള അജയ് കുമാർ അദ്ദേഹത്തിൻ്റെ ഏറിയ സമയവും ചെലവഴിച്ചു കൊണ്ടിരുന്നത്, പ്രോസിക്യൂട്ടറായിട്ടുള്ള വാദിയല്ല, പ്രോസിക്യൂട്ടറായിട്ടുള്ള അജയ് കുമാർ ഏറിയ സമയവും ചെലവഴിച്ചു കൊണ്ടിരുന്നതും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും ചാനൽ സ്റ്റുഡിയോകളിലാണ്. അതാണ് ആദ്യം നിരോധിക്കേണ്ടത്. അതെ, ആദ്യം നിരോധിക്കുക. എന്നിട്ട് ഈ കേസിലോ പ്രോസിക്യൂഷൻ സമർപ്പിച്ച കുറ്റപത്രത്തിലോ വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല, ഒന്നിനെക്കുറിച്ചൊരു പരാമർശമില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ലൂപ്പ് ഹോൾ. ആ പഴുതിൽ കൂടിയാണ് ദിലീപ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അതിന് പഴുതുണ്ടാക്കി കൊടുത്തിട്ട് വാദങ്ങൾ. അതുപോലെ മറ്റൊരു വനിതാ വക്കീൽ ഈ കേസിൽ പ്രതിയുടെ ഭാഗത്ത് നിന്ന് വാദിച്ച ആൾ എന്ത് ചെയ്തു? വിധി ഇങ്ങനെ വന്നതിൽ പ്രതിഷേധിച്ച് കോടതിയിൽ ഹാജരാകാതിരുന്നു. അത് മിനി വക്കീലാണ്, ഞാൻ പേരെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതൊക്കെ അഭിഭാഷകന്റെ ഒരു ധാർമ്മികതയ്ക്ക് അത് ചേരുന്നതാണോ? ചേരുന്നതല്ല. വക്കീലല്ല ആര് ചെയ്താലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതില് 2-3 കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. ഒന്ന്, ഭൂമിയിൽ എല്ലാ കുറ്റവാളിയും ശിക്ഷിക്കപ്പെടും എന്ന് ലോകചരിത്രം പറയുന്നുണ്ടോ? കോടതിയുടെ മുമ്പിൽ ശിക്ഷിക്കപ്പെടാത്ത എത്രയോ പേരുണ്ട്. അതെ. ഇപ്പൊ എന്റെ കൺമുമ്പിൽ പകൽവെട്ടത്തിൽ നടന്ന കൊലപാതകം എത്രയോ, ഇപ്പോ 2-3 കൊലപാതകങ്ങൾ നമ്മളിപ്പോ PV അൻവർ നേരിട്ട് കൊല്ലിച്ച കേസ് ഓർമ്മയില്ലേ? 30 കൊല്ലമായിട്ട് ഇപ്പോഴാണ് പ്രതിയെ ശിക്ഷ വിധിച്ചത്. മീൻസ് അൻവറിന്റെ പെങ്ങളുടെ മോനാണ് കൊല്ലിച്ചത് ആണെന്നേ. അപ്പൊ അത് അല്ല, മരിച്ചു കിടക്കുന്നു, അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ പാവപ്പെട്ടവനെ അവിടെ പട്ടാപ്പകല് നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് കൊല്ലുന്നതും കൊല്ലിക്കുന്നതും കൊല്ലടാന്ന് ആക്രോശിക്കുന്നതും ജനങ്ങൾ കണ്ടതാണ്. അപ്പോ പ്രതി പോലും അല്ല, പ്രതിയായിരുന്നു, വെറുതെ വിട്ടു. ഞാൻ പറയുന്നത് PV അൻവറിന്റെ കേസാണ്. എന്റെ നാട്ടില് ഒരു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് മറ്റൊരു രാഷ്ട്രീയ നേതാവ് നഗരത്തിലിട്ട് ഒരാളെ വെടിവെച്ചു. തെളിവില്ല, അങ്ങനെ അയാൾ മരിച്ചതിന് പോലും തെളിവില്ല. അത് ശരി. അപ്പൊ അതൊക്കെയാണ് കോടതി. അപ്പൊ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഒന്ന്, നിലവിലുള്ള സംവിധാനത്തിൽ ആ സംവിധാനത്തിന്റെ രീതിശാസ്ത്ര പ്രകാരം നീതിക്ക് വേണ്ടി പോരാടി നോക്കാം. എന്നിട്ട് രക്ഷപ്പെട്ടു പോയാലോ? അതെ, രക്ഷപ്പെട്ടു പോയാൽ പലപ്പോഴും എങ്ങനെ രക്ഷപ്പെടുന്നത്? പല കൊലപാതക കേസുകളിലും സാക്ഷികൾ മുഴുവൻ കൂറുമാറുക. ഈ കേസിൽ എന്താ സംഭവിച്ചത്? അതിൽ 30-31 സാക്ഷികൾ കൂറും, പക്ഷെ 200 സാക്ഷികൾ അപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കൂറുമാറുന്നത് എങ്ങനെ? നേരിട്ട് കണ്ട ഒന്നാമത്തെ, ഇപ്പോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാല് ഇതിൽ 1-ാം പ്രതിയാണല്ലോ. നടൻ ലാല്. അതെ, അങ്ങോട്ടാണ് അഭയാർത്ഥിയായിട്ട്. നടൻ ലാൽ എന്ന് വെച്ചാല് അറിയാം, പിന്നെ കൊച്ചിക്കാർക്കെല്ലാം അറിയാം ലാല് എപ്പോഴാ കൂറുമാറുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ കൂറുമാറുന്നത് നേർക്കുനേരെ കണ്ടവർ, ആദ്യം സാക്ഷിയായവർ കൂറുമാറുന്നു. ഒന്ന്, അപ്പൊ ഈ കേസിലൊക്കെ ചെയ്യാവുന്ന ആളുകൾ കൂറുമാറുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെതായ സാങ്കേതിക രീതിയൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ കേസ് ഇങ്ങനെ വിചാരണ നീണ്ടുപോകുമ്പോൾ അന്ന് പറഞ്ഞത് ആദ്യത്തെ FIR-ൽ കൊടുത്ത സാക്ഷിമൊഴി പിന്നെ അവർ തന്നെ മറന്നുപോയി, മാറ്റിപ്പറയേ, അറിഞ്ഞോ അറിയാതെയോ മാറ്റിപ്പറയൊക്കെ സാഹചര്യം വരാതിരുന്നാലും മതി, കൂറുമാറാലോ. ഇനി ഇങ്ങനെ വന്നാൽ സാറേ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ അപ്പീൽ കോടതിക്ക് പോകാൻ സഹായിക്കാം, സഹായങ്ങൾ ചെയ്യാം.
ഇനി അപ്പീൽ കോടതിയും സാധാരണഗതിയിൽ സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ധാർമ്മികതയുടെ മാത്രമല്ല, അതിന്റെ ഡ്രാഫ്റ്റിങ്ങിന്റെയും രീതിശാസ്ത്രത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. കേസിന്റെ ബേസിക് ഡാറ്റ എന്താണ്? പ്രാഥമിക കോടതിയിൽ, ആദ്യത്തെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകളും തെളിവുകളുമാണ്. അന്വേഷണത്തിന്റെ കുറ്റപത്രമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത രേഖ ഏതാ? ഇപ്പൊ വന്നിരിക്കുന്ന 1711 പേജുള്ള കോടതി വിധിയാണ്. ഇതിന്റെ മുകളിലേക്കാണ് ഇനി പോകാനുള്ളത്. ഇത് പൊളിച്ചെഴുതുക എന്നത് അത്ര എളുപ്പമാവില്ല. ഇങ്ങനെ വരുമ്പോൾ ചെയ്യാവുന്ന കാര്യം എന്താ? മേൽക്കോടതിയിലെ വിധി വരുന്നത് വരെ കാത്തിരിക്കുക. വേറൊരു കാര്യമുണ്ട്. കുറ്റവാളികൾക്ക് പിന്നെ സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ ആത്മീയതയുള്ള മനുഷ്യർക്ക് ആശ്വസിക്കാവുന്ന അടുത്ത സംഗതിയുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മുടെയൊക്കെ ഉമ്മമാര് പറയുമല്ലോ, അവൻ അനുഭവിക്കാതെ പോവില്ല എന്ന് പറഞ്ഞാൽ, ഒന്ന് മനുഷ്യന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ദിലീപ് അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, കാരണം അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിച്ചിരിക്കുന്നു, അതിന്റെ സിനിമകൾ പൊട്ടിപ്പോകുന്നു, അദ്ദേഹത്തിന് പുറത്തിറങ്ങുന്നത് തന്നെ ആ ഇമേജ് മൊത്തം ബാധിച്ചിരിക്കുന്നു. ഇനി അത് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ വിശ്വാസം രൂഢമൂലമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം ഇനിയും സഫർ ചെയ്യും, അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന്. ഇനി മനുഷ്യൻ എന്ന നിലയിൽ ഇത്ര നഗ്നമായ ഒരു മനുഷ്യത്വരഹിതമായ ഒരു കുറ്റം ഒരാൾ ചെയ്യിച്ചതാണെങ്കിൽ നമ്മുടെ ധാർമ്മികത അനുസരിച്ച്, സാർ ആ വാക്കിന് ഒന്ന് ആലോചിച്ച് നോക്കൂ, ധാർമ്മികത അനുസരിച്ച് ഈ ഭൂമിയിൽ തന്നെ അവൻ അനുഭവിക്കാതെ പോകില്ല ആരായാലും. രണ്ട്, മൂന്നാമത്തെ ഒരു കാര്യം, മിക്ക ആത്മീയവാദികൾക്കും മരണത്തിന് ശേഷവും ജീവിതമുണ്ട്, പലതരത്തിലുള്ള ജീവിതമുണ്ട്. അത് പുനർജന്മമായാലും പരലോകമായാലും ഒക്കെ വിശ്വസിക്കുന്നവരാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ സംവിധാനങ്ങളിൽ നിന്നൊക്കെ സമർത്ഥമായി ലൂപ്പ് ഹോളിലൂടെ രക്ഷപ്പെട്ടു പോയ ഒരുത്തനെ നിന്നെ ദൈവം വിടില്ലട എന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ നമ്മുടെ സംവിധാനം, നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. നമുക്ക് നിയമം കയ്യിലെടുക്കാൻ പറ്റും വേണമെങ്കിൽ. നമ്മളത് ചെയ്താൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? ഈ സംവിധാനത്തിൽ എന്താ അർത്ഥമുള്ളത്? കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു പ്രതിയെ കോടതി വെറുതെ വിട്ടു എന്ന കാരണത്തിന് ആ കോടതിയെ പോയി നമ്മൾ തല്ലുകയോ കൊല്ലുകയോ ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ ചെയ്താൽ എങ്ങനെ ഒരു സംവിധാനം നിലനിൽക്കുക? അപ്പൊ ഇവർ ഈ ഒച്ച വെക്കുമ്പോൾ വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനൊക്കെ പറ്റും. അതിനപ്പുറം അവരാത്യന്തികമായി നിർവഹിക്കുന്നത് ഒരു രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ്. അതിന്റെ അപകടം ഇവർ ഈ പറയുന്ന ഒരു ദിലീപിന് വേണ്ടിയോ അല്ലെങ്കിൽ മറുപക്ഷത്ത് അതിജീവിതയ്ക്ക് വേണ്ടിയോ പറയുന്ന വർത്തമാനങ്ങൾക്കപ്പുറം അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഈ ഒരു ഞായറാഴ്ചയായിട്ട് സാറ് പറഞ്ഞതിൻ്റെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന ഇതാണ്. അതായത് 30 വെള്ളിക്കാശ് കൊടുത്ത് യേശുവിനെ വിറ്റ യൂദാസിന് ഒരിക്കലും മനസമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സാമാന്യം തെറ്റി ഭ്രാന്ത് പിടിക്കുകയാണ് ചെയ്തത്. അത് വലിയൊരു സന്ദേശമാണ്. ഏത് കോടതിക്കും മുകളിലുള്ള ഒരു വലിയ കോടതി, സുപ്രീം കോടതിക്കും മുകളിലുള്ള ഒരു വലിയ കോടതി, ധാർമ്മികതയുടെ മനസാക്ഷിയുടെ കോടതി, അവിടെ ശിക്ഷിക്കപ്പെടുക. ഏത് കുറ്റവാളിയാണെങ്കിലും ശരി, ഏത് കൊടും ക്രൂരനാണെങ്കിലും ശരി, യാതൊരു സംശയവുമില്ല. തന്നെയല്ല, നമുക്കൊരു 6 വർഷത്തിനകം ഇതിൻ്റെ 2ാമത്തെ വിധി, ഇവിടെ തെറ്റുകാരുണ്ടെങ്കിൽ അടുത്ത കോടതി അത് കണ്ടുപിടിക്കുമെങ്കിൽ വിധി ഉണ്ടാവും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി പറഞ്ഞതും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം, സമൂഹത്തിൻ്റെ കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള വിധികൾ പുറപ്പെടുവിക്കാൻ അവർക്ക് പറ്റില്ല. മാഷ് പറഞ്ഞ പോലെ, മാഷ് സത്യസന്ധമായി കണ്ടാണ് നേരിൽ മുമ്പിൽ ഒരു കൊലപാതകം, പക്ഷെ അത് തെളിയിക്കാൻ കഴിയില്ല. കാരണം അത് എവിഡൻസ് ഈസ് മോസ്റ്റ് തെളിവാണ് പ്രധാനം. സത്യമല്ല, തെളിവാണ് പ്രധാനം. ശരി. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.